പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗൈനക്കിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ എപ്പിസിയോട്ടമി. എപ്പിസിയോട്ടമിയുടെ ഡെഫിനേഷൻ, ടൈപ്സ്, പ്രൊസീജിയർ, കെയർ, റിപ്പയർ, കോംപ്ലിക്കേഷൻസ്, ഈ സബ് ടോപ്പിക്സ് എല്ലാം നമ്മളിന്ന് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഡെഫിനേഷനിലേക്ക് പോകാം. എന്താണ് എപ്പിസിയോട്ടമി? ഡെലിവറിയുടെ ടൈമിൽ പ്രഗ്നൻറ്റ് വുമൻസിൽ ബേബീനെ ഈസി ആയിട്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് വജൈനയുടെ ഭാഗത്ത് ഒരു ചെറിയ കട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടറാണ് ഈ ഒരു ഡെസിഷൻ മേക്ക് ചെയ്യുന്നതും ഈ ഒരു കട്ട് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു ചെറിയ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേഷന് പറയുന്ന പേരാണ് എപ്പിസിയോട്ടമി. അപ്പോൾ എല്ലാ പ്രഗ്നൻസിയിലും ഈ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതിന് കാരണം എന്താവും? അതെ, ചില പ്രത്യേക സിറ്റുവേഷൻസിലാണ് എപ്പിസിയോട്ടമി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ റീസണാണ് ലാർജ് ബേബി ആണെങ്കിൽ, അതായത് ബേബിയുടെ ഹെഡ് ഈസ് ബിഗർ ദാൻ ദ വജൈനൽ ഓപ്പണിംഗ്. ബേബിയുടെ ഹെഡ് വജൈനൽ ഓപ്പണിങ്ങിനേക്കാൾ വലുതാണെങ്കിൽ ബേബി പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ വി ഗോ ഫോർ ഇറ്റ്. രണ്ടാമത്തേതാണ് ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. അതായത് ബേബി ഡിഡ്ന്റ് ഗെറ്റ് എനഫ് ഓക്സിജൻ. സോ നമുക്ക് ബേബിക്ക് വേണ്ടത്ര ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രഗ്നൻറ്റ് വുമണിന് സാധിക്കുന്നില്ല. ആ ഒരവസ്ഥയിൽ ബേബീനെ വേഗം ഡെലിവർ ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്യാറുണ്ട്. നാച്ചുറലി ഈ ഒരു പെരീനിയൽ ഏരിയയിൽ ചെറിയ രീതിയിലുള്ള ടീയേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഓവർ ആവാതിരിക്കാൻ, വലിയ ടീയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ സ്യൂച്ചർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ടും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറിയുടെ കേസിലാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മോർ സ്പേസ് വേണ്ടി വരുന്നതുകൊണ്ടും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യും. പിന്നെ മെയിനായിട്ടും ഡെലിവറി സ്പീഡപ്പ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എപ്പിസിയോട്ടമി ചെയ്യുന്നത്. അടുത്തതാണ് ടൈപ്സ്. ദെയർ ആർ മെയിൻലി 3 types of episiotomy: mediolateral, midline and J-shaped. The first one is mediolateral. That means cut direction downward and sideways ആയിരിക്കും. ഇത് സാധാരണയായിട്ടും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് എപ്പിസിയോട്ടമിയാണ്. ആൻഡ് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ അനൽ ഏരിയയിലേക്ക്, അതായത് റെക്ടൽ ഏരിയയിലേക്കുള്ള ആ ഒരു കട്ടിങ് പരമാവധി കുറയ്ക്കുന്നുണ്ട്. അതായത് ടീയേഴ്സ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആളുകൾ ഈ ഒരു ടൈപ്പ് ഓഫ് എപ്പിസിയോട്ടമി പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തേതാണ് മിഡ് ലൈൻ എപ്പിസിയോട്ടമി അഥവാ മീഡിയൻ എപ്പിസിയോട്ടമി എന്ന് പറയും. ഇതിൻ്റെ കട്ട് ഡയറക്ഷൻ വരുന്നത് സ്ട്രെയിറ്റ് ഡൗൺവേർഡ് ഫ്രം ദ വജൈനൽ ഓപ്പണിംഗ് ടുവേർഡ്സ് ദ അനസ് ആണ്. അതായത് ഡയറക്റ്റ് വജൈനൽ ഓപ്പണിങ്ങിൽ നിന്നും അനസ് വരെയാണ് ഇതിൻ്റെ കട്ട് വരുന്നത്. ആൻഡ് ഇത് കോമൺ ആയിട്ടും US-ലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഈസി ടു റിപ്പയർ ആണ്, ലെസ് പെയിൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതുകൊണ്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അനൽ സ്പിഞ്ചേഴ്സിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് ദ ലാസ്റ്റ് വൺ, J-shaped എപ്പിസിയോട്ടമി. ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു J-ഷേപ്പാണ് ഇതിനുള്ളത്. ഇതിൻ്റെ കട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ഡൗൺ ലൈക്ക് മിഡ് ലൈൻ ആയിരിക്കും. അതായത് ഒരു മിഡ് ലൈൻ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഇതൊരു J കർവേച്ചറിൽ വരികയാണ്. ഇത് റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ J-shaped എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്. പിന്നെ ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ്ലൈറ്റിൻ്റെയും മീഡിയോലാറ്ററൽ പ്രൊസീജിയറിൻ്റെയും രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ് ഈ ഒരു J-shaped എപ്പിസിയോട്ടമിയിൽ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ എല്ലാം ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ തീരുമാനം എടുക്കേണ്ടത് ഡോക്ടറാണ്. ഈ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് എപ്പിസിയോട്ടമി വേണോ വേണ്ടയോ എന്നുള്ളത് അതും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡോക്ടർ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇഫ് ദ ഡോക്ടർ റിപ്ലൈ ഈസ് നീഡഡ് ഓർ എസ് എന്നാണെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ലോക്കൽ അനസ്തേഷ്യ എന്നുള്ളതാണ്. പെരീനിയത്തിലാണ് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള സ്റ്റെറൈൽ ടെക്നിക്സ് ഉപയോഗിച്ച് ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് എപ്പിസിയോട്ടമീൻ്റെ അടിസ്ഥാനത്തിലാണോ ആ രീതിയിൽ വേണം ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ഓപ്പണിംഗ് ആയ ശേഷം വേഗം തന്നെ ബേബിയെയും മറ്റ് പ്ലാസൻ്റൽ പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്യൂച്ചർ ചെയ്യേണ്ടതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്യൂച്ചർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതെൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റിലെ 1-2 ഫിഗേഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്.
സൈറ്റ് റിപ്പയറിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ ബ്ലീഡിങ് എന്നുള്ളതാണ്. ആദ്യം തന്നെ ആ ഭാഗം നല്ലപോലെ ക്ലീൻ ചെയ്യുക, എന്നിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് ഡോക്ടറും മിഡ്വൈഫും ചെക്ക് ചെയ്യുക. പേഷ്യൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ നല്ല പെയിൻ ആണെന്നുണ്ടെങ്കിൽ അനസ്തീഷ്യ കൊടുക്കുക. പിന്നെ ലെയർ ബൈ ലെയറായിട്ട് സ്യൂച്ചർ ചെയ്യുക. പിന്നെ സ്യൂച്ചർ സൈറ്റിൽ നിന്ന് വീണ്ടും ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നല്ലപോലെ ചെക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. പിന്നെ വരുന്നത് പോസ്റ്റ്മോർട്ടം കെയർ ആണ്. മൈൽഡ് സോപ്പ് ഉപയോഗിച്ചോ വാം വാട്ടർ ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യുക. ഹാർഷായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ദെൻ 4 to 6 hours പാച്ച് ചേഞ്ച് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം പെയിൻ കില്ലേഴ്സ് എടുക്കുക. പിന്നെ സിറ്റ്സ് ബാത്ത് എടുക്കാം. അതൊരു 10 to 15 minutes ആണ് എടുക്കാവുന്നത്. അതെടുക്കുന്നത് ആക്ച്വലി നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുപോലെ തന്നെ വൂണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കും. അടുത്തതാണ് അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക എന്നുള്ളത് വാഷ്റൂമിൽ പോകുന്ന ടൈമിലൊക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് എന്തെങ്കിലും ഫോൾ സ്മെല്ലോ അതുപോലെ എന്തെങ്കിലും പസ് ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തതാണ് ദ ലാസ്റ്റ് പോയിൻറ്റ്, കോംപ്ലിക്കേഷൻസ് ഓഫ് എപ്പിസിയോട്ടമി. മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് തന്നെയാണ്. സോ നമ്മൾ മാക്സിമം ഇൻഫെക്ഷൻ വരാണ്ട് നോക്കുക. പിന്നെ ബ്ലീഡിങ്, സ്കാർസ്, എക്സ്റ്റെൻഡ് ടിയേഴ്സ്, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നല്ലപോലെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എപ്പിസിയോട്ടമിയെ പറ്റി പറയാനുണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.